ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നൊരു ഫുൾ ഫിഷ് വാഴയിലയിൽ പൊതിഞ്ഞ് കനലിൽ ചുട്ടെടുത്തിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ പേരാമ്പ്ര മാർക്കറ്റിൽ പോയി വലിയൊരു പപ്പൻസ് ഫിഷാണ് വാങ്ങിയത്. പപ്പൻസ് എന്നാണ് ഇതിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തന്നെയാണ് അവിടെ നിന്നും പറഞ്ഞത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വാഴയിലയിൽ റാപ്പ് ചെയ്ത് സിൽവർ ഫോയിലൊക്കെ ഇട്ട് റാപ്പ് ചെയ്തിട്ട് കനലിൽ വെച്ച് ചുട്ടെടുക്കാനാണ് ഞങ്ങളുടെ പ്ലാന്. അതിനായിട്ട് അയാളോട് നല്ലോണം വരയൊക്കെ ഇട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്, മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങള് കടന്തറപ്പുഴയുടെ തീരത്ത് വെച്ചാണ്, അധികം ആർക്കും അറിയാത്തൊരു സ്പോട്ടിൽ വെച്ചാണ് ഇത് ഞങ്ങൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഈ കാട് പിടിച്ചിരിക്കുന്ന ഈ സ്ഥലം മുന്നേ കുറേ വീടുകൾ ഉണ്ടായിരുന്ന ഒരു ഗ്രാമമായിരുന്നു. ഇത് നശിച്ചു പോയതാണ്. അതിനെക്കുറിച്ചുള്ള കഥ ഞാൻ പിന്നെ പറയാം. നമ്മളിപ്പോൾ കുക്ക് ചെയ്യാൻ പോകുന്നത് പപ്പൻസ് ആണ്. അങ്ങനെ ഞങ്ങൾ പുഴയിലിറങ്ങി മീനൊക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കാൻ പോവുകയാണ്. കഴുകുന്നത് അപ്പുവാണ്. നല്ല രീതിയിൽ കഴുകി എടുക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോയിൽ ഈ കാണുന്ന തെങ്ങുംതോട്ടവും ഈ കാട് പിടിച്ച സ്ഥലമൊക്കെ ഒരു കാലത്ത് ഇതുപോലെ ആയിരുന്നില്ല. ഒരു ഗ്രാമം തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. 2005-ലോ 2006-ലോ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മൊത്തം നശിച്ചു പോയതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ ഏരിയയെ പറ്റി നല്ലോണം അറിയുന്നത് കൊണ്ടും എൻ്റെ വീട് പണ്ട് ഇവിടെ ആയതുകൊണ്ടും ഞങ്ങൾക്ക് ഈ ഏരിയയെ പറ്റി നല്ലോണം അറിയാം. അങ്ങനെ ഞങ്ങൾ മീൻ കഴുകി വൃത്തിയാക്കുകയാണ്. മസാലയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ സെറ്റാക്കി കൊണ്ടുവന്നുകൊണ്ട് ഇനി അടുത്ത പരിപാടികൾ നോക്കണം. ഞങ്ങൾക്ക് ഈ മീനിൻ്റെ അന്ന് മീനിൻ്റെ മുട്ടയും കിട്ടിയായിരുന്നു കേട്ടോ. ആ മുട്ടയാണ് ആ കല്ലിൻ്റെ സൈഡിൽ വെച്ച് കണ്ടത്. അതും ഈ മീനിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വാഴയിലയിൽ റാപ്പ് ചെയ്ത് അതിൻ്റെ മുകളിൽ സിൽവർ ഫോയിൽ റാപ്പ് ചെയ്ത് അങ്ങനെ കുക്ക് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാന്. ഇന്ന് നമ്മള് പപ്പൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന മസാല എടുത്ത് പപ്പൻസിന്റെ മേലെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചും ഇട്ട് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. നല്ലോണം വരയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ചെല്ലുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ മുട്ടയും കൂടെ കഴുകി കൊണ്ടുവന്നായിരുന്നു. ആ മീൻ മുട്ടയും കൂടെ അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് എല്ലാ മസാലയൊക്കെ തേച്ചതിന് ശേഷം മീനിൻ്റെ വയറിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ റാപ്പ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ മാറ്റി വെച്ച മീൻ മുട്ടയില്ലേ, അതിലും കൂടെ കുറച്ച് മസാല തേച്ച് മീനിൻ്റെ വയറിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നല്ലോണം നിറച്ച് വെച്ച്, എന്തായാലും രാവിലെ തൊട്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയി ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഒരു 11:30-12 മണി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി ഉണ്ട് ഞങ്ങൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇതുപോലെ കുക്ക് ചെയ്ത് കഴിച്ചിട്ടില്ല. ഇതിൻ്റെ റിസൾട്ട് എന്താവും നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ തീ കൂട്ടുകയാണ്. തീ കൂട്ടി നല്ല രീതിയിൽ കനലാക്കിയാലേ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ആ കപ്പ അങ്ങോട്ട് വെട്ടി ക്ലീനാക്കി അത് ആദ്യം വേവിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അടുപ്പിൽ വെച്ച് ഇത് വേവിക്കുന്ന സമയത്ത് നമുക്ക് കനലും കിട്ടും. ആ സമയം കൊണ്ട് മീനിൽ മസാലയും പിടിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനെ കടന്തറപ്പുഴയുടെ തീരത്ത് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ ക്ലിയർ ആക്കി. അങ്ങനെ ഞങ്ങളെ കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട്. കപ്പ വെന്ത് കിട്ടി. അടുത്തത് നമ്മുടെ മെയിൻ ടാസ്ക്കാണ് ആ ഫിഷ് അതിലേക്ക് എടുത്ത് വെക്കുക. അതുപോലെ ഇങ്ങനെ തീയിട്ടിട്ട് ഫിഷ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തലഭാഗം വേകുമോ അതോ വാലുഭാഗം വേകുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നടുക്കോട്ടാണ് അധികം തീ കിട്ടുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചും കൂടെ വിറകൊക്കെ കയറ്റിയിട്ട് എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ തീ എത്തുന്ന രീതിയിൽ വിറക് കയറ്റി വെച്ച്. ഓവർ വെന്ത് പോകാനും പാടില്ല, എന്നാൽ ഫിഷ് വേകാതെ കിട്ടാനും പാടില്ല. ഞങ്ങളൊരു 25 മിനിറ്റ് ടൈം വെച്ചിരുന്നു. അങ്ങനെ വെച്ച് ലാസ്റ്റ് ഇത് ഏകദേശം റെഡിയായി തോന്നിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ഇതൊന്ന് മറിച്ചിടാൻ വിചാരിച്ചു. അങ്ങനെ കമ്പ് കൊണ്ട് തന്നെ ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ എന്റെ മനെ പുക പോകുന്നതാ തന്നപ്പൊടി സീനാ ിന്ദാരേ
തെക്കു തെക്കേ തെക്കേലൊരു ചെമ്മന്താരം തിന്താരേ തിന്താത മറിച്ചിട്ട് അതില് ഇവിടെ നമുക്ക് കപ്പ ഓ വേറെ ലെവല് പോനെ തന്നാരോ തകതയ്യക്കൻ ചെയ്യക്കൻ തന്നാരോ നാരോ തന്നാരോ തകതയ്യക്കൻ തെയ്യക്കൻ കരിവാണി കുട്ടനും നന്ദിനി കുട്ടിക്കും മാറ്റുതൊട്ടുണ്ടായ കല്യാണം കരിവാണി കുട്ടനും നന്ദിനി കുട്ടിക്കും മാറ്റുതൊട്ടുണ്ടായ സെലക്ഷൻ വേറെ ലെവല് സാധനം ഏറ്റവും ടേസ്റ്റുള്ള മുട്ട എന്ന് വെച്ചാൽ മത്തീൻ്റെ അതിലും ടേസ്റ്റുള്ള മുട്ട പറയാണ്ട് മറ്റേ വായ മീനിന്റെ മുട്ട ഏറ്റവും ടേസ്റ്റ് മത്തിയാണ് വേറെ ഇതുണ്ടല്ലോ